നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതായത് അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ സ്റ്റെപ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്, അതാണ് സ്റ്റോഴ്സ് കൺട്രോൾ. സ്റ്റോഴ്സ് കൺട്രോൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയൽസ് വാങ്ങും അല്ലെ. അപ്പൊ ഈ വാങ്ങുന്ന മെറ്റീരിയൽസ് നമ്മൾ എത്രയാണോ വാങ്ങുന്നത് അത് അതേപോലെ കൊണ്ടുവന്ന് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിന് മാത്രം മെറ്റീരിയൽസ് നമ്മൾ എടുത്ത് പ്രൊഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വാങ്ങുന്ന മെറ്റീരിയൽസ് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന കോസ്റ്റും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതും എന്തിന്റെ ഭാഗം തന്നെയാണ്, മെറ്റീരിയൽ കൺട്രോളിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണ് സ്റ്റോഴ്സ് കൺട്രോൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്സിനകത്ത് പറഞ്ഞത്. അപ്പം നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എന്ത്, ഈ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റിനെ കൂടി കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. The materials purchased may not be used at once. നമുക്കറിയാം, നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസ് അത് അത്രയും ഒറ്റ തവണത്തേക്കല്ല നമ്മൾ വാങ്ങുന്നത് അല്ലെ. അപ്പൊ അത് വാങ്ങി നമ്മൾ ഇപ്പൊ എന്താ പറയുന്നത്, അപ്പോഴെപ്പോഴും ആവശ്യത്തിന് വാങ്ങി യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. There may be time lag between the purchase and use of materials. നമ്മൾ വാങ്ങി വെക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ ആ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരു ടൈം ലാഗ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും അങ്ങനെയല്ലേ, നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങി വെക്കും അല്ലെ. ഒരു മാസത്തേക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങ് വാങ്ങി വെച്ചിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റ് അത്രയും കൂടി നമ്മൾ ഒന്നിച്ച് യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടായിരിക്കും. For effecting proper store control, there should be a mechanism for storing or upkeeping the materials during this period. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. അങ്ങനെ ആ സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്റ്റോഴ്സ് കൺട്രോളിന് വേണ്ടിയിട്ട് there should be a mechanism for storing or upkeeping the material during this period. അപ്പൊ നമ്മൾ ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ മെറ്റീരിയൽസ് വാങ്ങി അത് യൂസ് ചെയ്യുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ്. അപ്പൊ ആ ഒരു പീരീഡിൽ നമ്മൾ ഈ ഗുഡ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. Storage of material is considered as one of the important steps involved in material cost control. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോളിനകത്ത് ഉൾപ്പെടുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് സ്റ്റോഴ്സ് കൺട്രോൾ. അല്ലെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന എക്സ്പെൻസിനെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. Store is a place where the various items of materials are kept safely till they are issued to production. Every manufacturing concerns maintain their stores under the control of a person called storekeeper. അപ്പൊ സ്റ്റോർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. അപ്പൊ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഓരോ മെറ്റീരിയൽസിന്റെയും നേച്ചർ അനുസരിച്ചിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. ചിലതാണെങ്കിൽ നമുക്ക് റെഫ്രിജറേറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണെങ്കിൽ അത്തരത്തിൽ. അപ്പം നമ്മൾ ആ ഒരു മെറ്റീരിയൽസിനെ യാതൊരു കേടുകൂടാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്റ്റോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പ്ലേസ്, നമ്മൾ ഈ വാങ്ങുന്ന ആ മെറ്റീരിയൽസ് എവിടെയാണോ നമ്മൾ നല്ല എഫക്റ്റീവ് ആയിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസുകളൊക്കെ സ്റ്റോർ ചെയ്യുമ്പം ആ ഒരു സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ ആരുണ്ടായിരിക്കും, ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടായിരിക്കും. ആ വ്യക്തിയുടെ അണ്ടറിലായിരിക്കും ഈ ഗുഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ മാനുഫാക്ചറിങ് കൺസേൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റോഴ്സ് അവർക്ക് ഉണ്ടായിരിക്കും. അവിടെ ആരുണ്ടായിരിക്കും, ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടായിരിക്കും. The store department act as a link between the purchasing department and production department. അപ്പൊ നമുക്ക് ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ പറയാം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറി ആണ്, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് പറയാം. കാരണം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് വാങ്ങി എവിടെ കൊണ്ടുവരും, സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരും. ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ആണ് ആവശ്യത്തിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ആർക്ക് എത്തിച്ചു കൊടുക്കുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ പർച്ചേസും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ ഈ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. The materials required for the production department will be issued from the stores as and when it is needed. അപ്പൊ നമുക്കറിയാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴൊക്കെയാണോ ഈ മെറ്റീരിയൽസ് ആവശ്യം അപ്പോഴൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സ്റ്റോഴ്സ് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാങ്ങുന്ന റോ മെറ്റീരിയൽസിനെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി നമ്മൾ ഇത്തരത്തിൽ ഒരു സ്റ്റോർ ഇല്ലേ, നമ്മളിപ്പം എന്താണ് ഈ പറയുന്ന റോ മെറ്റീരിയൽസ് പിന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ ആ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് സ്ഥലത്താണ് ഈ സ്റ്റോർ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നമ്മുടെ കോസ്റ്റ് കൺട്രോളിങ്ങിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതിന്റെ ലൊക്കേഷൻ. ഇപ്പൊ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും സ്റ്റോർ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതുപോലെ തന്നെ അത് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കോസ്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനും പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലായിരിക്കണം എന്ത് സ്ഥിതി ചെയ്യേണ്ടത്, സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഇവിടെ ലൊക്കേഷൻ ഓഫ് സ്റ്റോറിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആസ് ഫാർ ആസ് പോസിബിൾ ദ സ്റ്റോർ ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് എ പ്ലേസ് വിച്ച് വുഡ് കീപ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ് ആൻഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ടു ദ മിനിമം. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റോഴ്സിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടെത്തുമ്പം നമ്മൾ നോക്കേണ്ടുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് കോസ്റ്റ്, ഇത്തരത്തിലുള്ള കോസ്റ്റുകളൊക്കെ എത്രയും മിനിമം ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന സ്റ്റോഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ. The stores should be located in such a way that it is near the material receiving department as well as near the production department so that the transportation charge are kept at the minimum. അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് ഗുഡ്സ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഏത്, ഈ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം ഏത്, സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും. അപ്പം ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വാങ്ങുന്ന ഗുഡ്സുകൾ എന്താണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിലും അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്നതിലും ഒക്കെ ഉണ്ടാവുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കണം. ഇനി പറയുന്നത് ഇൻ കേസ് ഓഫ് ബൾക്കി മെറ്റീരിയൽ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ടു പ്ലേസ് ദ സ്റ്റോർ നിയർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വിച്ച് യൂസസ് ഇറ്റ്. അതുപോലെ തന്നെ നമുക്ക് ബൾക്കി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടുന്നതെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം എന്തെന്ന് പറയുന്നത് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. Then an ideal location of the store facilitate easy material handling. അതുപോലെ തന്നെ നല്ലൊരു ഐഡിയൽ ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതിനകത്തും നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് തോന്നും. അപ്പം ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയാലും ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആയാലും അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ് ഒക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. The layout of the store should be proper and suitable to the requirement. The stores will be divided into racks which should be further divided into small spaces. All these spaces are called bins and each material is placed in it allotted bin. അതുപോലെ തന്നെ ഈ സ്റ്റോർ എന്ന് പറയുമ്പോൾ വെറും ഒരു കട പോലെ കെട്ടിയിട്ടിട്ട് കാര്യമില്ല. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറെ സ്പേസസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിന്റെ ലേ ഔട്ടിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് ഓരോന്നും എവിടെ വെക്കണം, എന്നാൽ മാത്രമേ നമുക്കൊരു അടുക്കും ചിട്ടയോടെ വെച്ചാൽ മാത്രമേ നമുക്ക് ഓരോ റോ മെറ്റീരിയൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, നമ്മളുടെ ലേ ഔട്ട് ശ്രദ്ധിക്കുക അല്ലെ. സ്റ്റോഴ്സിനകത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം, ഒരു സ്റ്റോർ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ റാക്കുകളായിട്ട് തിരിച്ചിരിക്കണം. ആ റാക്കുകളെ വീണ്ടും നമ്മൾ ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് തിരിക്കണം. ആ പോർഷൻ നമുക്ക് ബിൻ എന്ന് പറയാം. ഈ ഓരോ ബിന്നിലും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ മെറ്റീരിയൽസും സൂക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ ഓരോരോ സ്മാൾ പാർട്സ് ആയിട്ട് നമ്മൾ തിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഓരോ സ്മാൾ പാർട്സിനെ നമ്മൾ ബിൻ എന്ന് പറയും. കാരണം അപ്പൊ ഓരോ ബിന്നിലും നമുക്ക് ഓരോ മെറ്റീരിയൽസുകൾ കെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഓരോ ബിന്നിനും നമ്മൾ ഓരോ നമ്പർ കൊടുത്താൽ നമുക്ക് ഓരോ മെറ്റീരിയലും ഏത് ബിന്നിലാണ് ഇരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ ടൈം വെറുതെ പോകത്തില്ല. അപ്പൊ നമുക്ക് ഓരോ മെറ്റീരിയൽസും വാങ്ങിയത് വെച്ചിട്ട് അല്ലെ, ഇപ്പൊ നമുക്ക് ഓൾഡ് സ്റ്റോക്ക് ഏതാണ്, ന്യൂ സ്റ്റോക്ക് ഏതാണെന്നൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ റോ മെറ്റീരിയൽസ് എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്റ്റോറിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് സ്റ്റോർ ആണ്. സ്റ്റോറിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് സ്റ്റോർ, ദെൻ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ, സെൻട്രലൈസ്ഡ് വിത്ത് സബ് സ്റ്റോർ.
ഈ പേരിൽ തന്നെ ഉണ്ട് സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേണിന്റെ എല്ലാ പർച്ചേസ് ചെയ്യുന്ന എല്ലാ റോ മെറ്റീരിയൽസിനും ഒരു സ്റ്റോർ മാത്രം, ആ ഒരു സ്റ്റോറിൽ മാത്രം സൂക്ഷിച്ചു വെക്കും. അതാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ് കാണും, പല സ്ഥലങ്ങളിലായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് കാണും. അപ്പൊ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിനും സെപ്പറേറ്റ് എന്തുണ്ടായിരിക്കും, സ്റ്റോറുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെൻട്രലൈസ്ഡ് വിത്ത് സബ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ത് കാണും, ഒരു സ്റ്റോർ ഇവർക്കുണ്ട്, കൂടാതെ ചെറിയ ചെറിയ സബ് സ്റ്റോറുകളും കാണും. ഓക്കെ, അപ്പൊ എല്ലാ സാധനങ്ങളും മെയിൻ ആയിട്ട് കൊണ്ടുവെക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും, അവിടെ നിന്നും എന്ത് ചെയ്യും, ഇവർ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടുവെക്കും. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, സെൻട്രലൈസ്ഡ് വിത്ത് സബ് സ്റ്റോർ. അപ്പൊ ഇത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ആദ്യം തന്നെ പറയുന്നത് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആണ്. അതായത് ഇൻ കേസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ, മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ബൈ ആൻഡ് ഇഷ്യൂഡ് ഫ്രം വൺ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് അറ്റ് എ സെൻട്രൽ പ്ലേസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പ്ലേസിൽ ഒരു സ്റ്റോർ വരും, ഈ ഒരേ ഒരു സ്റ്റോറേ ഇവിടെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ വാങ്ങുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങുന്ന മെറ്റീരിയൽസ് എല്ലാം ഇവിടെ ആയിരിക്കും കൊണ്ടുവെക്കുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം ഇവിടെ നിന്നായിരിക്കും എന്ത് ചെയ്ത് അലോട്ട് ചെയ്തും കൊടുക്കുന്നത്. അപ്പൊ ഈ ഒറ്റ ഒരു സ്റ്റോർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് എന്ത്, സെൻട്രലൈസ്ഡ് സ്റ്റോർ. All items of materials for the entire concern is stored in the centralized store and are issued to all production department from this store. അപ്പം ഈ ഒരു മാനുഫാക്ചറിങ് കൺസേണിന് എത്ര പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും അവിടെ എല്ലാം വേണ്ടുന്ന മെറ്റീരിയൽസ് എത്തിക്കുന്ന ഈ ഒരൊറ്റ സ്റ്റോർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു മെയിൻ ആയിട്ട് ഒറ്റ സ്റ്റോർ മാത്രം ഉണ്ടായിരിക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ബെറ്റർ സൂപ്പർവിഷൻ ഓഫ് സ്റ്റോർ ഈസ് പോസിബിൾ അല്ലെ. ഇപ്പൊ ഈ ഒറ്റ ഒരു സ്റ്റോറേ ഉള്ളൂ, അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഒരുപാട് സ്റ്റോറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തടത്തും എത്ര മെറ്റീരിയൽ ഇനി ബാക്കിയുണ്ട്, എത്ര മെറ്റീരിയൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് കോസ്റ്റ് ആണ് അല്ലെ, ഒരാളെ വെച്ച് ഇതൊക്കെ നോക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഈ ഒരു ഒറ്റ സ്റ്റോറേ ഉള്ളെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടും ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും എന്തുമാത്രം മെറ്റീരിയൽസ് കൊടുത്തു എന്നും എത്രമാത്രം മെറ്റീരിയൽസ് റിമൈനിങ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വളരെ എളുപ്പം. ഈ ഒരൊറ്റ സ്റ്റോർ ഉള്ളത് കൊണ്ട് തന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇനി ബെറ്റർ ലേ ഔട്ട് ഓഫ് സ്റ്റോർ ഈസ് പോസിബിൾ. നമുക്ക് കൃത്യമായിട്ട് ഓരോ റോ മെറ്റീരിയൽസും കൃത്യമായിട്ട് നമുക്ക് ആ സ്റ്റോറിനകത്ത് കെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്കോണമി ഇൻ സ്റ്റാഫ്, സ്റ്റേഷനറി ആൻഡ് അതർ കോസ്റ്റ്. ഇപ്പൊ സ്റ്റാഫ് ആയാലും ഓരോരുത്തടത്തും ഓരോരോ സ്റ്റോറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മൾ എന്ത് വെക്കണം, സ്റ്റോർ കീപ്പറിനെ വെക്കേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ഒരു ഒറ്റ സ്റ്റോറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് സ്റ്റാഫ് മതി, നമ്മുടെ ചെലവ് ഒരുപാട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്ക് ഈസ് മിനിമൈസ്ഡ്. സ്റ്റോക്കിന് വേണ്ടി ഇപ്പൊ നമ്മൾ ഈ ഒരൊറ്റ പ്രൊഡക്ഷൻ ഒരൊറ്റ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉള്ളെങ്കിൽ നമ്മൾ ഇവിടെ സാധനം കൊണ്ടെത്തിച്ച് ഈ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് സാധനം കൊണ്ടെത്തിച്ചാൽ മാത്രം മതി. നേരെ മറിച്ച് ഒരുപാട് സ്റ്റോർ ഉണ്ടെങ്കിൽ ഓരോരുത്തടത്തും നമ്മൾ ഇങ്ങനെ ഗുഡ്സുകൾ, റോ മെറ്റീരിയൽസുകൾ വാങ്ങിച്ചു വെക്കുക എന്ന് പറയുമ്പം നമുക്ക് അതിന് വേണ്ടി സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും. ഇനി ഫിസിക്കൽ വേരിഫിക്കേഷനും വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് ഈ ഒരു സ്റ്റോറിൽ മാത്രം പോയി എത്ര റോ മെറ്റീരിയൽസ് ബാക്കിയുണ്ട്, അല്ലെ എത്ര റോ മെറ്റീരിയൽസ് ഇപ്പൊ വന്നു, നിലവിൽ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കലി വെരിഫൈ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സ്പേസ് വളരെ കുറച്ച് മതി അല്ലെ. ലെസ് സ്പേസ് ഈസ് റിക്വയർഡ് ആസ് മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോർ ആർ കെപ്റ്റ്. അപ്പൊ നമുക്ക് വളരെ കുറച്ച് സ്പേസ് മാത്രം മതി ഈ ഒരു മെറ്റീരിയൽസ് കെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് മിനിമം എല്ലായിടത്തും വേണ്ടുന്ന മിനിമം മെറ്റീരിയൽസ് നമ്മൾ കെപ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ സ്പേസ് നമുക്ക് വളരെ കുറച്ചായിട്ട് മതി. അപ്പം ഇത്രയുമാണ് സെൻട്രലൈസ്ഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റോർ. അപ്പൊ എത്ര പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അവർക്കെല്ലാം ഓരോരോ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. Materials required by each department is purchased by the respective department and arranged are made to issue materials as per the requirement of the department. Each store of the department will be under the control of a storekeeper. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടുന്ന ഗുഡ്സുകൾ എത്തിച്ചു കൊടുക്കാൻ ഓരോരോ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അതാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്ത് ഈ ഒരു സ്റ്റോറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ സ്റ്റോർ കീപ്പറും ഉണ്ടായിരിക്കും. അതാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയാം.
ഇവിടെ എന്താണെന്ന് വെച്ചാല് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് സ്റ്റോറിന്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇൻ ബിഗ് ഫാക്ടറീസ് വെയർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആർ സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ സ്റ്റോർ, എ സബ് സ്റ്റോർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് നിയർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ്. അപ്പം ഈ വലിയ വലിയ ഫാക്ടറീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഇത്തരത്തില് പെട്ടെന്ന് ഈ ഒരു സെൻട്രൽ സ്റ്റോറിനെ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു സബ് സ്റ്റോർ അവിടെ പിന്നെ സിറ്റുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവർ ഈ സബ് സ്റ്റോർ അവിടെ നിർമ്മിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് സെൻട്രൽ സ്റ്റോറിൽ നിന്നും ഗുഡ്സുകൾ എത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇവര് ഇങ്ങനൊരു സബ് സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്താൽ അവരുടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഓരോ പീരീഡിന്റെയും തുടക്കത്തിൽ, അതായത് ഓരോ അക്കൗണ്ടിംഗ് പീരീഡിന്റെയും തുടക്കത്തിലോ അല്ലെങ്കിൽ എല്ലാ മാസത്തിലോ ഇവരെന്ത് ചെയ്യും, സെൻട്രൽ സ്റ്റോർ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആരെ ഏൽപ്പിക്കും, സബ് സ്റ്റോറിനെ ഏൽപ്പിക്കും. ഈ സബ് സ്റ്റോർ എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഒരു പീരീഡിന്റെ എൻഡ് ആവുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ആരെ സമീപിക്കും, സെൻട്രൽ സ്റ്റോറിനെ സമീപിക്കും. സെൻട്രൽ സ്റ്റോർ എന്ത് ചെയ്യും, ഇവർക്ക് വീണ്ടും അതേ ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് തന്നെ എത്തിച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഓരോ പീരീഡിന്റെയും തുടക്കത്തിൽ സെൻട്രൽ സ്റ്റോർ എന്ത് ചെയ്യും, ഈ സബ് സ്റ്റോറിന് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കും. ഇവര് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആരുമായിട്ടായിരിക്കും, സബ് സ്റ്റോറുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കോസ്റ്റ്, ഈ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം ആണ് ഒരു ഫോളോ ചെയ്യുന്നത്. നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് ഒക്കെ പഠിച്ചപ്പോൾ അതിൽ പഠിച്ചൊരു കാര്യമാണ് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിനെ എന്ത് ചെയ്യും, തുടക്കത്തിലെ ഒരു എമൗണ്ട് അല്ലെ അഡ്വാൻസ് ആയിട്ട് അങ്ങ് ഏൽപ്പിക്കും. ആ ഒരു മാസത്തെ ചെറിയ ചെറിയ പെറ്റി എക്സ്പെൻസസ് ഒക്കെ മെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെയാണ് ഇവിടെയും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് പറയാം. അപ്പൊ ഇതിനെ നമുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ ഓരോ പീരീഡിന്റെയും ബിഗിനിങ്ങിൽ എന്ത് ചെയ്യാണ്, ഈ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ സ്റ്റോർ ഇവരെ ഒരു എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, എമൗണ്ട് അല്ല ഒരു ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോഴ്സ് കൺട്രോളിനകത്ത് വരുന്നത്. അപ്പൊ അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു. സ്റ്റോഴ്സ് കൺട്രോളിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഒക്കെ വളരെ മിനിമം ആക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോഴ്സ് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ടൈപ്സ് ആണ്, പ്രധാനമായിട്ട് 3 ടൈപ്സ് ആണുള്ളത്: സെൻട്രലൈസ്ഡ് സ്റ്റോർ, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ, സെൻട്രലൈസ്ഡ് വിത്ത് സബ് സ്റ്റോർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വരും വീഡിയോസിലൂടെ കാണാം.